Today, I am going to discuss about the poem A Love Poem for Lonely Prime Numbers by Harry Baker. ഈ ഒരു പോയം ഒരു വേർഡ് പ്ലേ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ലവ് സ്റ്റോറി, അതിന് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സർട്ടൈൻ നമ്പേഴ്സ് മീൻസ് 59, 60 ആൻഡ് 61. ഇതിൽ 59ൻ്റെയും 60ൻ്റെയും 61ൻ്റെയും പ്രത്യേകതകൾ വെച്ചിട്ടാണ് ഈ ഒരു പോയം കൊടുത്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം 59ഉം 61ഉം പ്രൈം നമ്പേഴ്സാണ്. അതേപോലെ 60 എന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പറാണ്. പ്രൈം നമ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം നമ്പറിന് ആകെ 2 ഫാക്ടേഴ്സാണുള്ളൂ. അതായത് 1ഉം ആ ഒരു പെർട്ടിക്കുലർ നമ്പറും. ബാക്കി ഏത് നമ്പർ വെച്ചിട്ട് നമ്മൾ ഈ പ്രൈം നമ്പർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു റിമൈൻഡർ ഉണ്ടാകും താഴെ. പക്ഷേ 1 ആൻഡ് 59 ഇത് വെച്ചിട്ട് നോക്കുമ്പം 0 ആയിരിക്കും. ഈ 2 പ്രത്യേകതകളാണ് പ്രൈം നമ്പറിനുള്ളത്. അതേപോലെ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പേഴ്സിന് 1ഉം ആ പാർട്ടിക്കുലർ നമ്പറും അല്ലാതെ വേറെ നമ്പർ വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാം. ഡിവിസിബിൾ ബൈ സർട്ടൈൻ അതർ നമ്പേഴ്സ്, 0 റിമൈൻഡർ വരുന്ന രീതിയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ 59ഉം 61ഉമാണ് പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ളത്. 60 എന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പർ എന്ന രീതിയിലാണ്. അപ്പോൾ 59ഉം 60ഉം ഒരേ ക്യാരക്ടറുള്ള 2 നമ്പേഴ്സ്, അതിനെ പേഴ്സോണിഫൈ ചെയ്യാണ് 2 ആൾക്കാർ, ഫീലിങ്സ് ഒക്കെ ഉള്ള 2 ആൾക്കാർ എന്ന രീതിയിൽ. 60 എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള അതർ പേഴ്സൺ. ഓക്കെ, ഒരു 60യും 61ഉം ലേഡീസ് ആയിട്ടാണുള്ളത്. 59 ഒരു മെയിലാണ്. അപ്പോൾ ഈ 59ന് 60യോടും 61നോടും തോന്നുന്ന ക്രഷ്, ഒരു ലവ്, അത് ഏത് രീതിയിലാണ് മുമ്പോട്ടേക്ക് പോകുന്നത്, അങ്ങനെയാണ് ഈ ഒരു പോയം കൊടുത്തിട്ടുള്ളത്. നമുക്ക് പോയം ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Harry Baker's poem A Love Poem for Lonely Prime Numbers is a fun and touching story about a lonely number looking for love. അപ്പോൾ ഹാരി ബേക്കേഴ്സിൻ്റെ പോയം എ ലവ് പോയം ഫോർ ലോൺലി പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫണ്ണി ആയിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ പുറകിലൊരു ടച്ചിങ് സ്റ്റോറിയും കൂടെ ഉണ്ട്. ഇവിടെ മെയിൻ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളത് ഒരു ലോൺലി ആയിട്ടുള്ള, ഒറ്റയ്ക്കുള്ള ഒരു പ്രൈം നമ്പറാണ്. ആ ഒരു പ്രൈം നമ്പർ തനിക്ക് സ്നേഹിക്കാൻ പറ്റിയ ഒരാളെ, അതായത് തന്നെ പോലെ തന്നെ തനിക്ക് ചേരുന്ന ഒരാളെ അന്വേഷിച്ച് ഇരിക്കുകയാണ്. ദ പോയം സ്റ്റാർട്ട്സ് വിത്ത് 59. അപ്പം പോയം തുടങ്ങുമ്പോൾ തന്നെ 59 ആണ് ഇതിൻ്റെ ക്യാരക്ടർ. 59 ഒരു പ്രൈം നമ്പറാണ്. which means it can only be divided by 1 and itself. 59ഉം 1ഉം ഈ 2 ഫാക്ടേഴ്സ് മാത്രമാണ് ഈ പ്രൈം നമ്പറിന് ഉള്ളൂ. ബിക്കോസ് ഓഫ് ദിസ് ഹി ഫീൽസ് ഡിഫറെൻറ്റ് ആൻഡ് ലോൺലി. അതുകൊണ്ട് തന്നെ മറ്റു നമ്പേഴ്സിൽ നിന്നും കുറച്ച് വ്യത്യസ്തനാണ് ഈ പെർട്ടിക്കുലർ നമ്പർ. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടൽ കുറച്ചുകൂടെ അനുഭവപ്പെടുകയാണ്. ഓക്കെ, പോയത്തിലേക്ക് നോക്കുവാണെങ്കിൽ 59 wakes up on the wrong side of the bed, realizes all his hair is on one side of his head. അപ്പോൾ തുടക്കം തന്നെ ഇങ്ങനെയാണ്. 59 രാവിലെ എഴുന്നേൽക്കുകയാണ്. റോങ് സൈഡ് ഓഫ് ദ ബെഡ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്. സാധാരണ എല്ലാവരും നോർമലായിട്ട് കറക്റ്റ് സൈഡിൽ ഉറങ്ങി കറക്റ്റ് സൈഡിൽ തന്നെ എഴുന്നേൽക്കുകയാണ്. ഈ ഒരു പെർട്ടിക്കുലർ ഡേയിൽ 59 റോങ് സൈഡ് ഓഫ് ദ ബെഡിലാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ അതൊരു ഫൺ വേ ഓഫ് സേയിങ് ആണ്. 59 ഫീൽസ് ഓഡ് ആൻഡ് ഡിഫറെൻറ്റ്, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബിഗിനിങ്ങിൽ ഈ ഒരു ലൈൻസ് കൊടുത്തിട്ടുള്ളത്. ദ ഐഡിയ ഓഫ് ഹെയർ ഓൺ വൺ സൈഡ് ഓഫ് ഹിസ് ഹെഡ് ഇറ്റ്സ് എ ഫണ്ണി വേ ടു ഷോ ദിസ് ഇംബാലൻസ്. അപ്പം ഈ ഒരു ഇംബാലൻസ്, ഈ ഒരു വ്യത്യസ്തത, മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് 59 വ്യത്യസ്തനാകുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 ലൈൻ തുടക്കത്തിലേ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ടേക്സ് ജസ്റ്റ് അണ്ടർ എ മിനിറ്റ് ടു വർക്ക് ഔട്ട് ദാറ്റ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ വേ ദാറ്റ് ഹീ സ്ലെപ്റ്റ്. അപ്പോൾ തുടക്കത്തിലെ എന്തോ ഒരു മിസ്റ്റേക്ക് 59ന് തോന്നുകയാണ്. ഓക്കെ, ആദ്യമേ 59ന് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എഴുന്നേറ്റ് വന്നത്.
കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, ഒരു മൊമെൻറ്റിൽ എടുത്തപ്പോഴാണ് 59 റിയലൈസ് ചെയ്യുന്നത് 59ൻ്റെ സ്ലീപ്പിംഗ് പൊസിഷൻ അങ്ങനെയായിരുന്നു. ഓക്കെ, ഹീ റിയലൈസസ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിസ് സ്ലീപ്പിംഗ് പൊസിഷൻ. അപ്പോൾ ബാക്കിയുള്ള നമ്പേഴ്സിൻ്റെ കിടപ്പ് എങ്ങനെയാണോ, കിടപ്പ് മീൻസ് നേച്ചർ, അതേപോലെ ഇവിടെ സ്ലീപ്പിംഗ്, ഇത് രണ്ടും ഒരേ മീനിങ്ങിൽ പോകുന്നതാണ്. അപ്പം താൻ ആ നമ്പേഴ്സിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് റിയലൈസ് ചെയ്യുന്നത്. ഹീ ഫൈൻഡ്സ് some clothes and gets dressed. He can't help but look in the mirror and be subtly impressed. അപ്പോൾ 59 അടുത്തതായിട്ട് ഗെറ്റ് റെഡി ആവുകയാണ്. ആ ഒരു പെർട്ടിക്കുലർ ഡേ അവിടെ രാവിലെയായി. അപ്പോൾ രാവിലെ കുളിച്ച് ഫ്രഷ് ആവുകയാണ്, ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുകയാണ്, ലൈക്ക് എനിവൺ എൽസ്. അങ്ങനെ കണ്ണാടിക്ക് മുന്നിലേക്ക് വരികയാണ്. കണ്ണാടിക്ക് മുമ്പിൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലാത്തതുപോലെ തോന്നുകയാണ്. അങ്ങനെ ഹി ഫീൽസ് പ്രൗഡ് ഓഫ് ഹിംസെൽഫ് ആൻഡ് കോൺഫിഡൻറ്റ് ഓഫ് ഹിംസെൽഫ്. ആ രീതിയിൽ ഒക്കെ താൻ തന്നെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഹൗ ഹീ ലുക്സ് റഫ് അറൗണ്ട് ദ എഡ്ജസ് ആൻഡ് യെറ്റ് കാഷ്വലി മെസ്ഡ്. ഓക്കെ, അടുത്തതായിട്ട് കുറച്ചും കൂടെ സൂക്ഷ്മതയായിട്ട് ഓരോ എഡ്ജസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. ഹീ ഈസ് നോട്ട് പെർഫെക്റ്റ് ഓർ പോളിഷ്ഡ്. ഹി മൈറ്റ് ലുക്ക് അൺടൈഡി ഓർ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെയോ വ്യത്യസ്തതകൾ തനിക്കുണ്ട്. ജസ്റ്റ് ഇൻഡിഫറൻ്റ് ആയിട്ട് തോന്നുകയാണ്, അൺടൈഡി ആയിട്ട് തോന്നുകയാണ്. ഓക്കെ, അതിനുശേഷം 59 എന്ത് ചെയ്യാണ്, വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് 60യാണ്. അതായത് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ സ്ട്രീറ്റിൻ്റെ അപ്പുറവശത്ത് അവിടെ ഒരു വീട്ടിൽ 60 ഉണ്ട്. അപ്പോൾ 60നെ കണ്ടത് തന്നെ ഒരു ബ്ലെസ്സിങ് എന്ന രീതിയിൽ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയാണ് 60നെ കണ്ടപ്പോൾ. അങ്ങനെ 60നെ ഇഷ്ടപ്പെടുകയാണ്. അതായത് അതുവരെ തൻ്റെ മൂഡ് കുറച്ച് ഡൗൺ ആയിരുന്നു, അതൊക്കെ കുറച്ച് ബ്രൈറ്റ് ആവുകയാണ്. അപ്പോൾ 59ന് 60യോട് ഒരു ക്രഷ് തോന്നുകയാണ്. 60 തനിക്കൊരു പെർഫെക്റ്റ് മാച്ച് ആണ് എന്ന് ആദ്യമേ തോന്നുകയാണ്. ദാറ്റ് മൊമെൻറ്റ് റീഇൻഫോഴ്സസ് ഹിസ് അഡ്മിറേഷൻ ഫോർ ഹെർ, ബട്ട് ഓൾസോ ഫീൽസ് ഓഫ് ബീങ് അൺവർത്തി ബിക്കോസ് ഹീ സീസ് ഹിംസെൽഫ് ആസ് ഓഡ്. അപ്പോൾ ആദ്യം 60യെ കണ്ട് ഇഷ്ടപ്പെടുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ 59 തോന്നുകയാണ് ഈ തോന്നൽ അത്ര മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല, അൺവർത്തി ആയിട്ട് തോന്നുകയാണ്. കാരണം ഞാൻ 60യിൽ നിന്നും കുറേ വ്യത്യസ്തനാണ് 59. 60 കോമ്പോസിറ്റ് നമ്പറാണ്, 59 പ്രൈം നമ്പറാണ്. അപ്പോൾ ആ ഒരു കാരണം ഇത് മുമ്പോട്ട് പോകുമെന്ന് തനിക്ക് ഉറപ്പില്ല എന്ന രീതിയിൽ 59ന് തോന്നുകയാണ്. Next, it is said that 60 is never rude or crude at all, which means 60 is a perfect figure and have good nature. It contrasts with the character 59 in always. എന്നാലും 59ന് 60യെ മറക്കാനായിട്ട് പറ്റുന്നില്ല. 60യെ കാണുമ്പോൾ തന്നെ അത്ര ദേഷ്യക്കാരിയോ അത്ര ക്രൂഡോ റൂഡോ ഒന്നും അല്ലാതെ എല്ലാവരോടും ഒത്തുപോകുന്ന ഒരു ആൾ, അത് എല്ലാവരോടും ഒത്തുപോകുന്നൊരു നമ്പർ എന്ന രീതിയിൽ എടുക്കണം. അപ്പം ആ രീതിയിൽ 60നെ ഐഡൻറ്റിഫൈ ചെയ്യണം. പക്ഷേ 59 എല്ലാവരോടും ചേരില്ല. 59ൻ്റെ പ്രത്യേകത എന്താ, 1നോടും ആ ഒരു പെർട്ടിക്കുലർ നമ്പർ ആകെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു 2 ഫിഗേഴ്സ് മാത്രമാണ് ഈ 59ആയിട്ട് ഒത്തുപോകുള്ളൂ അല്ലേ. ഓക്കെ, then this contrast suggests that 60 represents an ideal standard that 59 admires. അപ്പോൾ 60 എന്ന് പറയുന്നത് 59ൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയൽ ക്യാരക്ടറാണ്. എല്ലാവരോടും ഒത്തുപോകുന്ന, എല്ലാവരോടും കുറച്ച് മയത്തിൽ പോകുന്ന ഒരു ക്യാരക്ടർ എന്ന രീതിയിൽ. പക്ഷേ 59 അങ്ങനെയല്ല. ഓക്കെ, അപ്പം 59ന് അതുപോലെ ആയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ 59ൻ്റെ നേച്ചർ അങ്ങനെയല്ല. അപ്പോൾ 60 അതുപോലെയാണ്. അതുകൊണ്ട് 60നോട് ഒരുപാട് ക്രഷ് ഈ 59ന് തോന്നുകയാണ്. പക്ഷേ തങ്ങളുടെ ക്യാരക്ടർ ഡിഫറെൻ്റ് ആയത് കാരണം ഇത് മുമ്പോട്ട് പോകുമോ എന്ന് 59ന് ഉറപ്പില്ല.
60 is described as flawless and precise. The comparison to a snooker ball suggests that 60's actions are perfectly calculated. സ്നൂക്കർ ബോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നൂക്കർ ബോളിൻ്റെ മൂവ്മെൻറ്റും ആക്ഷൻസൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എവിടെയാണ് എത്തിച്ചേരുന്നതെന്ന് പ്രഡിക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് 60ൻ്റെ കാൽക്കുലേഷൻസ് അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നതൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻ ദ കേസ് ഓഫ് റിമൈൻഡേഴ്സ് ടു. പക്ഷേ പ്രൈം നമ്പേഴ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷനിലൂടെ ഏത് രീതിയിൽ വേണമെങ്കിലും അതിൻ്റെ റിമൈൻഡേഴ്സ് വന്നേക്കാം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ബിഹേവിയറൽ ഡിഫറൻസസ് മാത്രമാണ്. Despite being perfect and well-mannered, 60 does not act arrogant or over-enthusiastic. Instead, 60 maintains a calm and collected personality that is super cool. ഒരു സൂപ്പർ കൂൾ എന്ന് പറയുന്നത് പോലെ എല്ലാവരോടും മിങ്കിൾഡ് ആയിട്ട് പോകുന്ന എ കൈൻഡ് ഓഫ് പെർഫെക്റ്റ് ആൻഡ് വെൽ മാനേഡ് നേച്ചറാണ് 60ക്ക് ഉള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് 59 desires to connect with the 60 on a deeper level and share something personal like he knows her favorite flower. അങ്ങനെ 59 60യോട് തൻ്റെ ക്രഷ് അത് പറയാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, അതേപോലെ 60യെ തൻ്റെ കൂടെ കൂട്ടണം എന്ന് 59 ആഗ്രഹം വരികയാണ്. എങ്ങനെയാണെന്നാലും ഒരു അടുത്തതായിട്ട് നെക്സ്റ്റ് 59 desires to connect with the 60 on a deeper level and share something personal like he knows her favorite flower. പക്ഷേ അടുത്തത് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 59ന് അറിയാം ഒരു രീതിയിലും 60 ആയിട്ട് മാച്ച് അല്ല. എന്നാലും 59ന് 60യോടുള്ളൊരു ക്രഷ് വെച്ചിട്ട് 60യോട് തൻ്റെ ഇഷ്ടം പറയാനായിട്ട് 59 തീരുമാനിക്കുകയാണ്. ഓക്കെ, അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ബാക്കി എല്ലാ ആൾക്കാരും പ്രപ്പോസ് ചെയ്യുന്ന ഒരു രീതിയല്ല. 59 ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് 59 ചൂസ് ചെയ്യുന്നത്. 59 60യോട് പറയാൻ പോകുന്നത് എനിക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ഫ്ലവർ ഏതാണെന്ന് എനിക്കറിയാം. ഓക്കെ, അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ടാണെങ്കിലും 59 60യെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ദിനചര്യകളും കാര്യങ്ങളും എല്ലാം കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ആൾ എന്ന രീതിയിൽ 59 തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ ആൻഡ് വാണ്ട്സ് ടു എക്സ്പ്രസ് ഹിസ് ഫീലിങ്സ്. 59 ഈസ് ഡീപ്ലി ഇൻഫാക്ച്വേറ്റഡ് വിത്ത് 60. ശരിക്കും ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമാണ് 59ന് 60യോട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, കോൺസ്റ്റൻ്റ്ലി തിങ്കിങ് എബൌട്ട് ത്രൂ ഔട്ട് ദ ഡേ. അതായത് ഇൻഫാക്ച്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ഒരു ദിവസത്തേക്കൊക്കെ അവരെ പറ്റി തന്നെ ചിന്തിക്കുന്ന ആ ഒരു രീതിയിൽ അത് മാത്രമാണ് തോന്നിയിട്ടുള്ളത്. 59 romanticizes their relationship as star-crossed lovers, believing they could overcome their differences. Star-crossed lovers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡിഫറൻസസ് ഉണ്ടാവാം, വ്യത്യസ്തതകൾ ഉണ്ടാവാം, തടസ്സങ്ങളുണ്ടാവാം. അതിനൊക്കെ ഓവർകം ചെയ്ത് ഒന്നിക്കുന്ന ലവേഴ്സ്, അതിനെയാണ് സ്റ്റാർ ക്രോസ്ഡ് ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 59 ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞങ്ങളുടെ ബന്ധം ഈ രീതിയിൽ വളരുമായിരിക്കാം. ഓക്കെ, ഒത്തിരി ഡിഫറൻസസ് ഉണ്ട്, അതിനെയൊക്കെ ഓവർകം ചെയ്ത് വരുമായിരിക്കും എന്ന രീതിയിൽ. ഓക്കെ, however 60's mother enforces strict rules reinforcing the idea that the separate could not be equal. അങ്ങനെ 60നോട് ഉള്ള ഈ ഒരു ക്രഷ് 59 60യോട് പറയുകയാണ്. ആ ഒരു ഇതിനെ പറ്റിയിട്ട് 60 തൻ്റെ മദറിനോട് പറയുകയാണ്. അതായത് 60യുടെ മദറിനോട് ഈ 59 തന്നെ പ്രപ്പോസ് ചെയ്ത ഈ ഒരു കാര്യമൊക്കെ പറയുകയാണ്. പക്ഷേ 60ൻ്റെ മദർ സ്ട്രിക്റ്റായിട്ട് 60യോട് പറയുകയാണ്, ഇത് നടക്കില്ല, കാരണം നിങ്ങൾ സെപ്പറേറ്റ് ആണ്, നിങ്ങൾ ഡിഫറെൻറ്റ് നേച്ചേഴ്സ് ഉള്ളവരാണ്, നിങ്ങൾ ഒരിക്കലും ഒന്നിച്ചു പോകില്ല. ഓക്കെ, അങ്ങനെ 60 മറുപടിയായിട്ട് 59നോട് പറയുകയാണ്, എനിക്കും നിങ്ങളോട് കൂടാനായിട്ട് താല്പര്യമില്ല, നമ്മൾ ഒരിക്കലും ഒന്നിച്ചു പോകാത്ത രണ്ട് നമ്പേഴ്സാണ് എന്ന രീതിയിൽ. അതായത് 59 പ്രൈം നമ്പറും 60 കോമ്പോസിറ്റ് നമ്പറും, അതുകൊണ്ട് ഒരിക്കലും ഒന്നിച്ചു പോകില്ല എന്ന് 60യും പറയുകയാണ്. അത് 59ന് വളരെയധികം ഒരു ഷോക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം 59 ഇങ്ങനെ അതാലോചിച്ച് സങ്കടപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ആഫ്റ്റർ 2 months ഓഫ് ഹാർട്ട് ബ്രേക്ക്, അങ്ങനെ 2 മാസത്തിന് ശേഷം 59
61 കാണുകയാണ്. 61 വേറൊരു ഗേൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 69 ഈസ് ലൈക്ക് 60. കുറേ 61ഉം 60യും ഒരേപോലെ തന്നെയാണ്. പക്ഷേ 61ൻ്റെ പ്രത്യേകത ഷീ ഈസ് മോർ അപ്രോച്ചബിൾ. അതായത് കുറച്ചും കൂടെ ഈ അപ്രോച്ചബിൾ ആയിട്ട് ഈ 59 തോന്നുകയാണ് 60യെ കാട്ടും. റഫ് എറൗണ്ട് ദ എഡ്ജസ്, അതേപോലെ 59നെ പോലെ തന്നെ കുറച്ച് വ്യത്യസ്തയാണ്. എഡ്ജസ് ഒക്കെ നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, എന്തിന് 61ന്. കാഷ്വൽ ആൻഡ് ഡിസോർഗനൈസ്ഡ് ജസ്റ്റ് ലൈക്ക് 59. 59 എങ്ങനെയാണോ അതുപോലെ തന്നെ കുറച്ച് ഡിസോർഗനൈസ്ഡ് ആണ് 61. Unlike 60, 61's mother is more relaxed and allowing friendships to form. 60ൻ്റെ അമ്മയെ പോലെ അല്ല 61ൻ്റെ അമ്മ. കുറച്ചും കൂടി ഫ്രീ ആണ്, റിലാക്സ്ഡ് ആണ്. അതായത് മകളുടെ ഫ്രണ്ട്ഷിപ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാത്തൊരു നേച്ചറാണ് ആരുടെ അമ്മ? 61ൻ്റെ അമ്മ. പക്ഷേ നേരെ 60ൻ്റെ അമ്മ കുറച്ച് റൂഡായിരുന്നു. മകളെ ഈ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പിനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 60ൻ്റെ അമ്മേനെ കുറച്ച് ഒരു റൂഡ് എന്നുള്ള രീതിയിൽ ഈ പോയത്തിലൊരു ലൈനിൽ കാണാം. പക്ഷേ 61ൻ്റെ അമ്മ അങ്ങനെയല്ല. Later 59 realizes that 61 is a better match for him. ഓക്കെ, പോയത്തിൽ പറയുന്നുണ്ട്, അതായത് 61നോട് കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡേറ്റിനൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ 61 സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട് ഇവർ. അങ്ങനെ 59 തീരുമാനിക്കുകയാണ് 61 തനിക്കൊരു ബെറ്റർ മാച്ചാണ്, അതായത് ഒന്നിച്ചു പോകും എന്ന രീതിയിൽ. 59 realizes that he can only truly share his heart with one person, 61. കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് തനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ 61 ആണ്. അപ്പോൾ തനിക്ക് ആകെ ഇത്രയും ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയ ആകെ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് 61 ആണ്. ഓക്കെ, ഇൻ മാത്സ് എ പ്രൈം നമ്പർ ക്യാൻ ഓൺലി ബി ഡിവൈഡഡ് ബൈ 1. അപ്പോൾ മാത്സിലാണെങ്കിലും പ്രൈം നമ്പറിനെ 1 കൊണ്ട് മാത്രമാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആ ഒരു നമ്പർ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുക, മീൻസ് റിമൈൻഡർ ഇല്ലാത്ത രീതിയിൽ. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് മാത്രമാണ് അത് പറ്റുള്ളൂ, പിന്നെ ആ നമ്പറാണ്. അതുപോലെ ആ ഒരാൾ എന്ന് പറയുന്നത് 61 എന്ന രീതിയിൽ, ഒരു 1 എന്നുള്ള രീതിയിൽ, അതർ പേഴ്സൺ എന്ന രീതിയിൽ 61. ഓക്കെ, രണ്ടുപേരും ഈക്വൽ ആണ് എന്ന രീതിയിൽ 59 മനസ്സിലാക്കുകയാണ്. It also realized that 59's past crush on 60 was not real love. പിന്നീട് ഇവർ ഒരുപാട് സംസാരിച്ചതിന് ശേഷം 59 മനസ്സിലാവുകയാണ് ഓൾഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് റിയൽ ലവ് ആയിരുന്നില്ല. അത് ജസ്റ്റ് ഒരു ലവ് എങ്ങനെയാകാം എന്നതിൻ്റെ ഐഡിയ മാത്രം തൻ്റെ മനസ്സിൽ തോന്നിയതാണ്. ഇവിടെ 59ഉം 61ഉം ബോത്ത് പ്രൈം നമ്പേഴ്സാണ്. ദേ ഡു നോട്ട് ഡിവൈഡ് ഈവൻലി. ഓക്കെ, അവർ ഒരു രീതിയിലും ഈവൻ അതർ നമ്പേഴ്സ് വെച്ചിട്ട് അവരെ സെപ്പറേറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. ദേ ഫിറ്റ് ടുഗെദർ പെർഫെക്റ്റ്ലി എന്ന രീതിയിൽ അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അതാണ് ഈ ഒരു പോയം ആസ് എ ഹോൾ ഉള്ളത്. ഇവിടെ ഒരു ലവ് റിലേഷൻഷിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മാത്സിലെ കോമ്പോസിറ്റ് നമ്പറിൻ്റെയും പ്രൈം നമ്പറിൻ്റെയും പ്രത്യേകതകളാണ് ഇവിടെ തീമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു ഓവറോൾ മെസ്സേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: റിയൽ ലവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഫൈൻഡിങ് ദ പെർഫെക്റ്റ് പേഴ്സൺ ലൈക്ക് 60. സാധാരണ എല്ലാവരുടെയും ലൈഫിലാണെങ്കിലും ഒരു റിയൽ ലവ് എന്ന് പറയുന്നത് ശരിക്കും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആളെ കണ്ടുപിടിക്കുക എന്നതല്ല. നേരെ മറിച്ച് ഫൈൻഡിങ് സംവൺ ഹു ട്രൂലി അണ്ടർസ്റ്റാൻഡ്സ് യു, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നത് മാത്രം ആണ്. അവിടെയാണ് ഒരു ട്രൂ ലവ് ജനിക്കുന്നത്. ആ ഒരു മെസ്സേജാണ് ഈ ഒരു പോയത്തിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്.